ചേച്ചി 10 വർഷമായിട്ട് ആരെയോ കാത്തിരിക്കുന്നുണ്ടോ? ഞാനോ? ആ. യെസ്, 10 വർഷമല്ല, ഒരു 20 വർഷമായിട്ട് കാത്തിരിക്കുന്നുണ്ട് നല്ല സിനിമകൾ. ഓ, സിനിമ അല്ലാണ്ട് ഇല്ല ഇല്ല. ഓക്കെ. പക്ഷെ ചിരിയിലും ബ്ലഷിങ്ങിലും എന്തൊക്കെയോ കാത്തിരിപ്പ്. ഞാൻ കാത്തിരിക്കുന്നില്ല. ഓക്കെ. പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോന്നറിയില്ല. അല്ല, കൊണ്ടുപോയവര് വരട്ടെ, എത്രയും പെട്ടെന്ന് വരട്ടെ. ഓക്കെ. എന്ന ചിത്രത്തിലൂടെ അരങ്ങേറി മലയാള സിനിമയിലെ ശ്രദ്ധേയയായ താരമാണ് ഹണി റോസ്. ഇതിനോടകം മികച്ച കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ ഹണി റോസ് ഇപ്പോൾ പുതിയ റോളിലും എത്തിയിരിക്കുകയാണ്. നിർമ്മാതാവിന്റെ മേലങ്കി അണിഞ്ഞാണ് താരം എത്തിയിരിക്കുന്നത്. പ്രൊഡക്ഷൻ കമ്പനിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഹണി റോസ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ നടത്തിയിരുന്നു. ഇപ്പൊ ആൾക്കാരൊക്കെ, ഇപ്പൊ ഓഡിയൻസ് ഒക്കെ ആണെന്ന് വെച്ചാലും ഭയങ്കരമായിട്ട് അവര് നല്ലതാണെങ്കിൽ മാത്രമേ നല്ലതെന്ന് പറയുള്ളൂ. അങ്ങനെ ഇപ്പൊ ഒരു കാറ്റഗറിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ റിവ്യൂ, ഇപ്പൊ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. നമ്മളെ മൂവി റിലീസ് ആയിട്ടുണ്ടെങ്കിൽ കൊള്ളില്ല എന്ന് പറയാനുള്ള ഫ്രീഡം അവർക്കുണ്ട്. അപ്പൊ അങ്ങനെ ഭയങ്കര ഡീഗ്രേഡിങ്ങും അല്ലെങ്കിൽ നല്ല പടങ്ങൾ ചിലതൊക്കെ താഴ്ന്നു പോകുന്ന അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതിലൊക്കെ എങ്ങനെയാണ് ചേച്ചി നോക്കി കാണുന്നത്? ഇതെല്ലാം ഓരോ ആളുകളുടെ അഭിപ്രായമാണ്. നമുക്കിപ്പോ ചില സിനിമകൾ, മോശം റിവ്യൂ കിട്ടിയ സിനിമകൾ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അത് ഓരോ ആളുകളുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചിരിക്കും നമുക്ക് എന്ത് ഇഷ്ടപ്പെടുമില്ല എന്നുള്ളത്. സിനിമയും അങ്ങനെ തന്നെയാണ്. ഇപ്പം ചിലർ ഭയങ്കര ഹൈപ്പില് ഭയങ്കര നല്ല മൂവി എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് ആ ഒരു കണക്ഷൻ കിട്ടണം. അതൊക്കെ ഭയങ്കര എന്താ പറയാ, എല്ലാം അങ്ങനെയല്ലേ, വ്യക്തി അധിഷ്ഠിതമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. എനിക്ക് സിനിമ പോയി തിയേറ്ററിൽ പോയി കാണുക എന്നുള്ളതാണ്. കണ്ട് നമുക്ക് തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. റേച്ചൽ നമ്മൾ എങ്ങനെയാണ് തിയേറ്ററിൽ പോയി കാണേണ്ടത്? ഒരു റേച്ചൽ എന്ന് പറഞ്ഞ ഒരു ലേഡിയുടെ കഥയാണോ പറയുന്നത്? അത് ഒരുപാട് അതിൽ മിക്സ്ഡ് ഇമോഷൻസ് ഒക്കെ കടന്നു പോകുന്നുണ്ടോ? ഡെഫിനറ്റ്ലി മിക്സ്ഡ് ഇമോഷൻസ് ഉണ്ട്. റേച്ചൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വളരെ ശക്തമായിട്ടുള്ള ഒരു എന്താ പറയാ, അവരുടെ ഒരു ലൈഫ്, അവരുടെ ഒരു ജേണിയാണ് ആ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം അതും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന നിമിഷങ്ങളുണ്ട്. ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഉള്ളിൽ തോന്നുന്ന കുറെ നിമിഷങ്ങൾ ആ മൂവിയിലുണ്ട്. അതേപോലെ തന്നെ വിഷ്വലിയൊക്കെ ആയാലും ഭയങ്കര രസമായിട്ടാണ്. അതെ. ഇനി ഹണി റോസിന്റെ ജീവിതത്തിലെ മുൻപോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. വിവാഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും ഒന്നും ഹണി റോസ് ഇതുവരെയും തുറന്നു പറഞ്ഞിട്ടില്ല. എന്നാൽ ഹണി റോസ് ഇത്രയും വർഷമായി, 20 വർഷമായി സിനിമയിൽ നിൽക്കുകയല്ലേ, ഇനിയെങ്കിലും ഒരു കൂട്ട് വേണ്ടേ എന്നാണ് ആരാധകരുടെ ചോദ്യം. ഹണി റോസിന്റെ വിവാഹം എപ്പോഴാണ് എന്ന് പലപ്പോഴും ആരാധകർ ചോദിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ കരിയറിന്റെ പീക്ക് ആയി നിൽക്കുന്ന ഒരു സമയത്താണ് ഹണി റോസ്. എല്ലാ ഉദ്ഘാടനങ്ങളും അഭിനയങ്ങളും എല്ലാം സൂപ്പർ താരമായ മോഹൻലാലിനൊപ്പം വരെ അഭിനയിക്കാൻ സാധിച്ചു. അത് മോഹൻലാലിന്റെ പേരായിട്ട് തന്നെ. അത് മാത്രമല്ല, എവിടെ ഉദ്ഘാടനം ഉണ്ടെങ്കിലും അവിടെ ഹണി റോസിന്റെ പേരും ചിത്രവും ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, എല്ലാവർക്കും പ്രിയങ്കരിയായ ഒരു താരമായി ഹണി റോസ് ഇന്ന് സോഷ്യൽ മീഡിയ കീഴടക്കി കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ എന്താണ് താരത്തിന്റെ വിവാഹ പ്ലാൻ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്.